ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഫിസിക്സ് ക്ലാസ് ആയിട്ട് വന്നതാണേ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഏറെക്കുറൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട്. ചാപ്റ്റർ എടുത്ത് തീരാറായോ സ്കൂളിൽ? എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ നല്ല സെറ്റായിട്ട് പഠിക്കാം ഇന്ന്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഈ പാഠം നല്ല സെറ്റായിട്ട് എക്സാമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം. നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അമ്മയും മോളും അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ, വെറുതെ ഇരിക്കുകയാണോ? അല്ല, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മോൾ അമ്മയോട് പറയുകയാണേ, ഹേ ദർ ഈസ് വാട്ടർ ഓൺ ദി റോഡ്, മോം പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി. അപ്പോൾ എന്താ മോള് പറയുന്നത്? അവിടെ റോട്ടിൽ വെള്ളമുണ്ട്, അമ്മയെ സൂക്ഷിച്ച് ഓടിക്കാൻ പറയാണ് മോള്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് സമ്മർ നൗ, ഇത് വേനൽക്കാലമാണ്. നോ ചാൻസ് ഓഫ് വാട്ടർ ലോഗിങ്, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. സി വെൻ യു റീച്ച് ദ, നീ അവിടെ എത്തുമ്പോൾ നോക്കിക്കോളാൻ പറയാണ് അമ്മ കേട്ടാ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാവ് യു ഹാഡ് സച്ച് എൻ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചു നോക്ക്, അമ്മയോടും പപ്പയോടൊക്കെ പോയി ചോദിച്ചു നോക്ക്, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പം സമ്മർ സമയത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. Many of such experiences are related to the various phenomena of light. അപ്പം ഇതേപോലെ ഒരുപാട് പ്രതിഭാസങ്ങൾ ലൈറ്റിനെ സംബന്ധിച്ചുണ്ട്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കൂട്ടാ. ഹാവ് യു എവർ ഒബ്സർവ് ദി സ്ട്രോ ഇൻ എ ഗ്ലാസ് ഓഫ് ലെമനേഡ്? ഡസ് ഇറ്റ് അപ്പിയർ ബെൻഡ്? വാട്ട് കുഡ് ബി ദ റീസൺ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലെമണേഡ് ഒന്നും വേണ്ട, നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തുവേ, ആ വെള്ളത്തിലൊരു സ്പൂൺ എടുക്കണമെന്ന് വിചാരിക്കേ, ആ സ്പൂൺ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും എന്ന്? തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് നോക്ക്, ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. നമ്മൾ കഴിഞ്ഞ പോലൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. വി സീ ആൻ ഒബ്ജെക്റ്റ് വെൻ ദ ലൈറ്റ് ഫാളിങ് ഓൺ ദ ഒബ്ജെക്റ്റ് ഗെറ്റ് റിഫ്ലെക്റ്റഡ് ആൻഡ് ഫാൾസ് ഓൺ അവർ ഐസ്. നമ്മൾ എപ്പോഴാണ് ഒരു വസ്തുവിനെ കാണുന്നത്? നമ്മൾ ഒരുപാട് വസ്തുവിനെ കാണുന്നുണ്ടല്ലേ ചുറ്റും. എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സൂര്യനുണ്ടെന്ന് വിചാരിക്കേ. ഓക്കെ, ഇവിടെ നമ്മുടെ ഒരു ഇത് ലെമണേഡ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടേ, ഇതൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സൂര്യനിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം വന്നില്ലേ? നമ്മുടെ ഈ ലെമണേഡുമ്പോൾ തട്ടിയതിന് ശേഷം ഈ വെളിച്ചം എന്തായിട്ട് പോകണം? ഈ കുട്ടിയുടെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മളെല്ലാം ആ ഒബ്ജക്റ്റിനെ കണ്ടത്. അതുപോലെ തന്നെയാണ് എല്ലാ വസ്തുക്കളും നമ്മൾ കാണുന്നത്. ആ വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു വെളിച്ചം വന്ന് തട്ടി, ആ വെളിച്ചം നമ്മുടെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത് എന്ന്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് നമ്മൾ ആ ഫസ്റ്റ് സെൻറ്റൻസിൽ വായിച്ചത് കേട്ടോ, ആ പാരഗ്രാഫിൽ. Don't you think the light rays reflected from the straw dipped in the lemonade travel through different mediums before they reach our eyes? ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു വസ്തുവിനെ കാണണമെങ്കിൽ എന്താണ്? ആ വസ്തുവിലേക്ക് തട്ടിയിട്ട് വെളിച്ചം തട്ടിയിട്ട് ആ വെളിച്ചം നമ്മുടെ കണ്ണിലോട്ട് എത്തണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നോക്കിയേ, നമ്മൾ ഈ ലെമണേഡ് ഇതിലോട്ടൊരു സ്ട്രോ വെച്ചേക്കല്ലേ, ആ സ്ട്രോനെ കാണണമെങ്കിൽ എന്തിലൂടെയൊക്കെ പാസ് ചെയ്യണം? ലൈറ്റ് ആ വെള്ളത്തിലൂടെയും അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൂടെയും ട്രാവൽ ചെയ്യണ്ടേ. ഈ ഭാഗത്ത് എന്താ? എയർ അല്ലേ? അപ്പം എയറിലൂടെയും ഈ വെള്ളത്തിലൂടെയും പാസ് ചെയ്യണ്ടേ ആ സ്ട്രോമ തട്ടിയിട്ടുള്ള ലൈറ്റ്. അപ്പം എത്ര മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്തു? 2 മീഡിയം വന്നു അല്ലേ? വെള്ളവും വന്നു, എയറും വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കണേ. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ഞാൻ ഇനി പറയാനേ പോകുന്നുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് ആ എക്സ്പെരിമെൻ്റ് എന്താണ്, അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അത് നമ്മളിനി പറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നന്നായി ശ്രദ്ധിച്ചിരിക്കണം. എല്ലാ റീസൺസും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ ആദ്യം ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഒരു പാത്രം എടുത്തു എന്ന് വിചാരിക്കുക. ആരും പോയി എടുക്കണ്ട, ജസ്റ്റ് വിചാരിച്ചാൽ മതി. എടുത്തില്ലേ? ഓക്കെ, എടുത്തു. അതിൽ നമ്മൾ 3/4 ഭാഗത്തോളം എന്ത് നിറയ്ക്കാൻ പോവാണ്? വെള്ളം നിറയ്ക്കാൻ പോവാണേ. ഓക്കെ, നമ്മൾ നിറച്ചു. ആഡ് 2 or 3 drops ഓഫ് മിൽക്ക് ഇൻ ടു ഇറ്റ്. അതിലോട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരു 2-3 തുള്ളി പാല് ഒഴിക്കാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എടുത്തു? 3/4 ഭാഗത്തോളം വെള്ളം എടുത്തു,
അതിലോട്ട് 2-3 തുള്ളി മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാവരും ഒഴിച്ചില്ലേ? ഓക്കെ. കവർ ദി ട്രഫ് വിത്ത് ദി ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ. ഇനി നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളതിനെ ആ ഒരു പാത്രം മൊത്തം കവർ ചെയ്യാൻ പോവാണ്. കവർ ചെയ്തോട്ടെ? ഓക്കെ, കവർ ചെയ്യാൻ പോവാണേ. അങ്ങനെ വെറുതെ ഒരു പേപ്പർ എടുത്താൽ പോരാ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പേപ്പർ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. നമുക്ക് കാണണ്ടേ? വേണം. അതുമാത്രമല്ല, ട്രാൻസ്പാരൻ്റ് പ്രത്യേകത എന്താണ്? ലൈറ്റിനെ പാസ് ചെയ്യാൻ പറ്റും. ഇല്ലേ? പറ്റില്ലേ? പറ്റും. ഒപ്പേക്കിന് പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ട്രാൻസ്പാരൻറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിലൂടെ വെളിച്ചത്തിന് കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്പാരൻറ്റ് പേപ്പർ ഉപയോഗിച്ച് നമ്മളത് മൂടി. ഇല്ലേ? മൂടി വെച്ചില്ലേ? മൂടി. ഫിൽ ദി റിമൈനിങ് സ്പേസ് ഇൻ ദ ട്രഫ് വിത്ത് സ്മോക്ക്. ഇനി നമ്മൾ എത്ര ഭാഗം നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നത്? വെള്ളം 3/4 ഭാഗം. ബാക്കി അവിടെ വെറുതെ കിടക്കല്ലേ? അത് മൊത്തം നമ്മൾ സ്മോക്ക് വെച്ചു. എന്താണ്? പുക നിറച്ചു. ആ ഭാഗത്ത് മൊത്തം നിറച്ചില്ലേ? പുക നിറച്ചു കേട്ടോ. ദെൻ ഫ്ലാഷ് ദി ലൈറ്റ് ഫ്രം എ ലേസർ ടോർച്ച്. ഇനി ഒരു ടോർച്ച് എടുത്ത്, ലേസർ ടോർച്ച് എടുത്തിട്ട് അതിലോട്ട് അടിക്കാൻ പോവാണ് നമ്മൾ. ആ ഫിഗറിൽ കാണിച്ച പോലെ അതിലോട്ട് നമ്മൾ ലൈറ്റ് അടിക്കാൻ പോവാണ്. ആൻഡ് ഒബ്സർവ് ദി പാത്ത് ഓഫ് എ ലൈറ്റ്. ഇനി ആ ലൈറ്റ് പോയ വഴി നോക്കാൻ പറയാണ്. നിങ്ങൾ നോക്കി നോക്കിയേ, ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കി നോക്കിയേ, ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണോ പോകുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടാണോ പോണേ? അല്ല അല്ലേ? അതിങ്ങനെ വളഞ്ഞു പോകുന്നത് കണ്ട? ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയത്. ഒരു വളവ് വന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ മൊത്തം എന്താ? എയർ ആണല്ലേ. ഇവിടെ മൊത്തം എന്താ? വെള്ളമാണ് അല്ലേ? 2 മീഡിയം വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ലൈറ്റ് എല്ലാ മീഡിയത്തിലും ഒരുപോലെയല്ല പോകുന്നത്. മീഡിയം മാറുമ്പം, മീഡിയം എന്ന് വെച്ചാൽ അത് പോകുന്ന വഴിയിലുള്ള എന്തെങ്കിലും വസ്തു, എയർ ആണെങ്കിൽ എയർ, വെള്ളമാണെങ്കിൽ വെള്ളം, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം മീഡിയം മാറുമ്പം എന്ത് മാറുന്നുണ്ട്? ലൈറ്റ് പോകുന്ന പാത്ത്, വഴിയും മാറുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ? മനസ്സിലായി. ഇനി അതിൻ്റെ ഒരു റേ ഡയഗ്രാം, നമ്മൾ ഈ പാത്രം അതൊന്നും വരയ്ക്കില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് റേ ഡയഗ്രാം വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചതല്ലേ? എയർ ഇവിടെ ഉണ്ട്, എയർ എവിടെയുള്ളത്? ഇവിടെ എയർ ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്. നമ്മൾ ലൈറ്റിന് ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ വെള്ളത്തേക്ക് കടന്നപ്പോൾ ഇങ്ങനെ പോയി. നമ്മളതൊരു എയറോ മാർക്കൊക്കെ ഇട്ട് എഴുതി. അതിനെയാണ് നമ്മൾ റേ ഡയഗ്രാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്തു അല്ലേ? ഇനി അതിൻ്റെ ഭാഗമായിട്ടൊരു 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയാലോ 4 ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് ആർ ദി മീഡിയംസ് ത്രൂ വിച്ച് ദ ലൈറ്റ് ട്രാവൽസ് ത്രൂ ദി ട്രഫ്. ഏതൊക്കെ മീഡിയത്തിലൂടെയാണ് ആ ലൈറ്റ് കടന്നു പോയത്? നിങ്ങൾ പറഞ്ഞേ, ഏതൊക്കെയാണ്? നമ്മളവിടെ സ്മോക്ക് നിറച്ചായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? എയർ ആണ് അല്ലേ? എയർ. എയറിലൂടെ കടന്നു പോയി. പിന്നെയോ വെള്ളത്തിലൂടെ കടന്നു പോയില്ലേ? വാട്ടറിലൂടെയും കടന്നു പോയി. അപ്പോൾ 2 മീഡിയത്തിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ലൈറ്റ് ട്രാവൽസ് ത്രൂ 2 മീഡിയംസ്, വാട്ടർ ആൻഡ് എയർ. എയർ അല്ലെങ്കിൽ സ്മോക്ക് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുവേ, നമ്മൾ എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഹൗ വിൽ ദ പാത്ത് ഓഫ് എ ലൈറ്റ് റേ when it passes through only one medium. ഇപ്പോൾ നമ്മൾ 2 മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്തു അല്ലേ? ഇനി ഒരു മീഡിയത്തിലൂടെയാണ് ലൈറ്റ് പാസ് ചെയ്തതെങ്കിൽ നിങ്ങൾ പറഞ്ഞതേപോലെ വളഞ്ഞാണോ പോവുക? ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്? അല്ല അല്ലേ? എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിൽ പോവും. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എന്ത് എഴുതുക? ഇൻ 1 മീഡിയം, ഒരു മീഡിയത്തിലാണെങ്കിൽ ലൈറ്റ് റേ ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസർ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസറും നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാനി. ഈസ് ദർ എനി ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ റേ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്വലി ഫ്രം 1 മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് പോകുമ്പം ആ ലൈറ്റിൻ്റെ എന്താ പറയുക, ഡയറക്ഷന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ട്, നമ്മൾ കണ്ടില്ലേ, ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതുക ആൻസർ ആയിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം 1 മീഡിയം ടു അനദർ ഒബ്ലിക്വലി എന്താ സംഭവിക്കുക? ഇറ്റ് ബെൻഡ്സ്.
ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഒബ്ലിക്വിലി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താണ്? ചരിഞ്ഞ് പോവാന്നാണ് കേട്ടോ അർത്ഥം. നമ്മുടെ ലൈറ്റ് നമ്മൾ ചരിഞ്ഞല്ലേ കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചെരിഞ്ഞ് അതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലോട്ട് നമ്മൾ അങ്ങനെയല്ലേ ലൈറ്റ് പാസ് ചെയ്തത്, അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? വേറെ മീഡിയത്തിലോട്ട് പോകുമ്പം അത് ബെൻഡ് ആവും. സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനും നമുക്കറിയാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ആൻസർ അല്ല, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം അല്ലേ. എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ? Where does the ray of light undergoes a change in direction? എവിടെ വെച്ചാണ് ഈ ലൈറ്റിൻ്റെ റേക്ക്, ആ രശ്മിക്ക് ഡയറക്ഷന് ചേഞ്ച് സംഭവിച്ചത് എന്ന് നമ്മളോട് ചോദിക്കുക. നമ്മൾ കണ്ടതല്ലേ, ആ എയറിൽ നിന്ന് വാട്ടറിലോട്ട് പോകുന്ന ആ ഒരു ഗ്യാപ്പ് അല്ലേ, ആ ഒരു സ്ഥലത്തല്ലേ അവിടെ ഒരു ചെരിവ് സംഭവിച്ചത്. ഇങ്ങനെ പോയിരുന്നതാണ്, ഇവിടെ ഇങ്ങനെയല്ല, ഇങ്ങനെ പോയിരുന്നാണ് ഈ ഒരു സ്ഥലത്ത് വെച്ച് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വാട്ടറിലോട്ട് കടക്കുന്ന വഴിക്ക് എന്ത് സംഭവിച്ചു? ഡയറക്ഷൻ ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ അത് നമ്മൾ എഴുതണം. എങ്ങനെ എഴുതുക? ദി ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഒക്വേഴ്സ് അറ്റ് ദി എവിടെയാണ്? സർഫസ് ഓഫ് സെപ്പറേഷൻ. സെപ്പറേഷൻ്റെ സർഫസിൽ, ആ സെപ്പറേറ്റ് ആവുന്ന ഭാഗത്ത് നിന്ന്. ഓക്കെ, അവിടെയാണ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം നാലാമത്തെ ക്വസ്റ്റ്യനും സെറ്റാണേ. 4 ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു ഇല്ലേ? ഓക്കെ, ആ നാലാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പം ഒരു കൊച്ച് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ, വായിച്ചു നോക്കിയേ. വിൽ ദർ ബി എ ഡീവിയേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി? നോർമലി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിൽ. 90 ഡിഗ്രി എന്ന് വെച്ച് നോക്കി നോക്കിയേ, 90 ഡിഗ്രി. ഇങ്ങനെ നേരെ ലൈറ്റിനെ പാസ് ചെയ്താൽ, നേരെ എന്നാണ് ഈ ഉദ്ദേശിച്ചത്, ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞ് പോണതാണേ. ഓക്കെ, നേരെ നമ്മൾ ഇങ്ങനെ ലൈറ്റ് ട്രാവൽ ചെയ്യിപ്പിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അവിടെ ആ ലൈറ്റ് എങ്ങനെയാണ് കടന്നു പോവുക എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഓക്കെ, എങ്ങനെ കടന്നു പോവുക? ഡീവിയേഷൻ സംഭവിക്കുമോ? ഇല്ല അല്ലേ. ദർ ഈസ് നോ ഡീവിയേഷൻ ഇൻ ദി പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ റേയുടെ പാത്തിന് ഒരു ഡീവിയേഷനും അവിടെ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ അറിയണം. ലൈറ്റ് നമ്മൾ ഒബ്ലിക്വിലിയാണ് പാസ് ചെയ്യിപ്പിച്ചത്, ചെരിച്ചാണ് പാസ് ചെയ്യിപ്പിച്ചെങ്കിൽ എന്താ സംഭവിക്കുക? അത് ബെൻഡ് ചെയ്യും അല്ലേ. പക്ഷെ നമ്മൾ നോർമൽ ലൈറ്റ് നേരെയാണ് പാസ് ചെയ്യിക്കുന്നതെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, സംഭവിക്കില്ല എന്ന് നമ്മൾ അറിയണം ആ സമയത്ത്. അപ്പം നോർമലി എന്നാണോ ക്വസ്റ്റ്യനിൽ? നോർമലി എന്ന് കണ്ടില്ലേ, ഇങ്ങനെയാണോ ക്വസ്റ്റ്യനിൽ അഥവാ ഒബ്ലിക്വിലി ആണോ ക്വസ്റ്റ്യനിൽ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ. ക്ലിയർ അല്ലേ? ഓക്കെ. Allow light from a laser torch to fall perpendicular to the surface of water taken in the trough. ഒന്നുമില്ലാതെ ഫിഗറിൽ കാണിച്ച പോലെ നിങ്ങളോട് ലൈറ്റിനെ കടത്തി വിടാനാണ് പറയുന്നത്. കടത്തി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? നമ്മൾ ഓൾറെഡി കണ്ടല്ലേ, ലൈറ്റിൻ്റെ പാത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നോർമലി പോയി. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തത് വായിക്കാം. നമ്മളിതിൻ്റെ ആൻസർ പറഞ്ഞതാണേ. അടുത്ത പേജിലെ ഈ മഞ്ഞ ബോക്സിൽ കണ്ടില്ലേ, എന്താണ് അതിൽ പറയുന്നത് അറിയോ? നമ്മൾ ഇത്ര നേരം പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇല്ലേ, അതൊന്നുകൂടെ അവർ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മളതൊക്കെ പഠിച്ചതാ, നമുക്കൊന്നുകൂടെ വായിച്ച് നോക്കാം. ഓക്കെ. വെൻ എ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം. ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. ലൈറ്റ് ഒരൊറ്റ മീഡിയത്തിലാണ് പോയതെങ്കിൽ, ഇത്ര നേരം നമ്മൾ 2 മീഡിയത്തിലൂടെ ലൈറ്റ് കടത്തി വിട്ടു അല്ലേ, ഒന്ന് സ്മോക്കിലൂടെയും വാട്ടറിലൂടെയും. ഇനി നമ്മൾ സ്മോക്ക് മാത്രമായിരുന്നു അല്ലെങ്കിൽ എയർ മാത്രമായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുക? എങ്ങനെ ട്രാവൽ ചെയ്യുക? ലൈറ്റിന് വല്ല ചെരിവൊക്കെ ഉണ്ടാവോ? ഇല്ല അല്ലേ. അത് സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യും. അതാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. വെൻ എ ലൈറ്റ് ട്രാവൽസ് ത്രൂ എ സിംഗിൾ മീഡിയം ദ പാത്ത് ഓഫ് ലൈറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അത്രയേ ഉള്ളൂ. അടുത്ത സെൻറ്റൻസ് വായിക്കാം. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദി. ഇനി എവിടെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്, എവിടെ വെച്ചാൽ ആ ഒരു ചെരിവ് സംഭവിക്കുന്നത്? സെപ്പറേഷൻ്റെ അവിടെ അല്ലേ, എറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. നമ്മൾ ലൈറ്റ് ഇങ്ങനെ ചെരിച്ച് ഒബ്ലിക്കായിട്ട് കടത്തിവിട്ടാൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലൂടെ കടക്കുന്ന ആ സർഫസ് ഓഫ് സെപ്പറേഷനിൽ വെച്ചിട്ടാണ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. മൂന്നാമത്തെ സെൻറ്റൻസ് വായിക്കാം. ദർ വിൽ ബി നോ ഡീവിയേഷൻ ഇൻ ദി പാത്ത് ഓഫ് റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് നോർമലി. നോർമലി നമ്മളിങ്ങനെ നേരെയാണ് ലൈറ്റിനെ കടത്തി വിടുന്നതെങ്കിൽ
എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിക്കുമോ? ഇല്ല. അതിൻ്റെ പാത്തിന് ആ ലൈറ്റ് പോകുന്ന വഴിക്ക് ഒരു ഡീവിയേഷൻ സംഭവിക്കില്ല. ഇതാണ് ആ ബോക്സിൽ പറയുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ജസ്റ്റ് ചെറുതാക്കി ഒന്നുകൂടെ പറഞ്ഞു തന്നു. ക്ലിയർ അല്ലേ ഇതുവരെ? ഓക്കെ. നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന എക്സ്പെരിമെൻ്റ് ഇല്ലേ, അത് വീണ്ടും ഒരു കുഞ്ഞിയെ കാറിൻ്റെ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് വീണ്ടും നമുക്ക് പറഞ്ഞു തരാണേ. ഞാൻ അത് എക്സ്പെരിമെൻ്റ് ഒക്കെ പറഞ്ഞുതരാം, നിങ്ങളതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കുമോ? ഓക്കെ. ആൻസർ ഞാൻ പറഞ്ഞുതരാവേ, ഞാൻ ചോദിക്കുമ്പം ഒന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കണേ. ഓക്കെ. ഒബ്സർവ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ടോയ് കാർ മൂവിങ് ഫ്രം എ സ്മൂത്ത് സർഫസ് ടു ദി റഫ് സർഫസ്. ഇവിടെ ഒരു ടോയ് കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനത്തെ സ്ഥലമല്ല, സ്മൂത്ത് അല്ലാത്ത സ്ഥലമാണിത്. റഫ് സ്ഥലം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സ്മൂത്ത് റഫ് ആയിട്ടുള്ള സ്ഥലത്തൂടെ കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ വന്ന കാറാണേ പെട്ടെന്ന് റഫ് സ്ഥലത്തോട്ട് കയറിയപ്പോൾ ഇങ്ങനെയായിപ്പോയി. അങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഈസ് ദർ എ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കാർ? നമ്മൾ പോയിരുന്ന കാറിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാം. വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നേരെയാണോ പോണത്? അല്ല അല്ലേ? അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം യെസ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ദി ഡയറക്ഷൻ ഓഫ് കാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഡസ് ദിസ് ചേഞ്ച് ഒക്വർ? എവിടെയാണ് ആ ചേഞ്ച് സംഭവിച്ചത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ച പോലെ എവിടെയാണ് സംഭവിച്ചത്? എവിടെയാണ്? ഈ ഒരു സെപ്പറേഷൻ അവിടെയല്ലേ? അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ. ദ ചേഞ്ച് ഒക്വേഴ്സ് അറ്റ് ദി സർഫസ് ഓഫ് സെപ്പറേഷൻ എന്ന് എഴുതിയാൽ ഇതിൻ്റെ ആൻസറും ആയി. നമ്മൾ നേരത്തെ എഴുതിയ അതേ ആൻസർ ഇവിടെ എഴുതാം. ഡിഡ് ദി കാർ മൂവ് വിത്ത് ദ സെയിം സ്പീഡ് ഓൺ ബോത്ത് സർഫസ്? നിങ്ങൾ പറഞ്ഞേ, ഇതിലൂടെ പോയ സ്പീഡിലാവോ ഇതിൽ കൂടെ കാറ് പോവുക? ആണോ? സ്മൂത്ത് സർഫസിലൂടെ വേഗം പോവില്ല കാറ്. റഫിലൂടെ അത്ര വേഗത്തിൽ പോവോ? ഇല്ല. ദ കാർ മൂവ് വിത്ത് ഹയർ സ്പീഡ് ഇൻ സ്മൂത്ത് സർഫസ്. നല്ല ടാറിട്ട റോട്ടിലൂടെ, നല്ല ഹൈവേയിലൂടെയാണോ അതോ കുണ്ടും കുഴിയൊക്കെ ഉള്ള റോട്ടിലൂടെയാണോ പെട്ടെന്ന് കാറ് പോവുക? നല്ല ഹൈവേയിലൂടെ അല്ലേ? അതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൂടെ ആയിരിക്കും കാറ് പെട്ടെന്ന് പോവുക. റഫായിട്ടുള്ള സർഫസിലൂടെ എത്തുമ്പോൾ കാറിൻ്റെ സ്പീഡ് ഒന്ന് കുറയും അല്ലേ? അത് നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതുക? ദി കാർ മൂവ് വിത്ത് ഹയർ സ്പീഡ് ഇൻ സ്മൂത്ത് സർഫസ് ആൻഡ് ലോവർ സ്പീഡ് ഇൻ ദി റഫ് സർഫസ്. അങ്ങനെ അതിൻ്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി പഠിച്ചില്ലേ? യെസ്. അപ്പോൾ അത് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഈസ് കോസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ദി സ്പീഡ് ഓഫ് കാർ ആസ് ഇറ്റ് മൂവ്സ് ഫ്രം വൺ സർഫസ് ഓഫ് ടു ദി അതർ. എന്ന് വെച്ചാലേ നമ്മൾ പറഞ്ഞു അല്ലേ, കാറിൻ്റെ സ്പീഡ് മാറിയെന്ന്. സ്മൂത്തിലാണ് നല്ല സ്പീഡിൽ പോയത്. അപ്പം ഈ സ്പീഡ് മാറിയത് കൊണ്ടാണ് കാറിൻ്റെ ഡയറക്ഷൻ മാറിയത് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ ഒരു ലൈനിൽ ടെക്സ്റ്റ് ബുക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ത്? സ്പീഡ് മാറിയത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നേരെ പോണ്ട കാറ് ചെറുതായി ഒന്ന് ഡയറക്ഷൻ മാറിപ്പോയത് എന്ന്. ഓക്കെ. അതിൻ്റെ അർത്ഥം എന്താണ്? ദ സ്പീഡ് ഓഫ് ലൈറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, സ്മോക്കിലൂടെയും വാട്ടറിലൂടെയും ഒക്കെ പോകുമ്പം നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡിനും വ്യത്യാസം വരും. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ എന്തിനാണ് ചെയ്തത്? കാറിൻ്റെ സ്പീഡ് നോക്കാനല്ല, നമ്മളിവിടെ ലൈറ്റിൻ്റെ സ്പീഡല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൈറ്റിനും ഇതേപോലെ സംഭവിക്കും. മീഡിയം മാറിക്കഴിഞ്ഞാൽ നമ്മൾ എയറിന് പകരം വെള്ളം എടുത്താൽ എന്ത് സംഭവിക്കും? അവിടെ എയറിലൂടെ പോകുന്ന ലൈറ്റിൻ്റെ സ്പീഡ് ആവില്ല വെള്ളത്തിലൂടെ ലൈറ്റ് പോകുമ്പോൾ. അപ്പോൾ മീഡിയം മാറുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ലൈറ്റിൻ്റെ സ്പീഡ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. അതാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ്. ദ ചേഞ്ച് ഇൻ ദി സ്പീഡ് ഓഫ് ലൈറ്റ് കോസസ് ദി ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേ ഓഫ് ലൈറ്റ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് മീഡിയത്തിലൂടെ പോകുമ്പം എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം വരും. ഇനി ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു കാറ് നല്ല ഡിഫറെൻറ്റ് സ്പീഡിൽ പോയാലേ സ്മൂത്തിൽ നിന്ന് റഫിലോട്ട് പോകുമ്പം സ്പീഡിൽ വ്യത്യാസം വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഡയറക്ഷൻ, അത് പോയ വഴിക്ക് ബെൻഡ് വന്നു. അതേപോലെ തന്നെ
നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും? ലൈറ്റിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ആവും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി അവരൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ സ്പീഡ് പഠിക്കണ്ടേ നമുക്ക്? ഏതൊക്കെ സ്പീഡിലാണ് അവർ പോകുന്നതെന്ന് അറിയണ്ടേ? എയറിലൂടെ ഏത് സ്പീഡിൽ പോവും, വാട്ടറിലൂടെ എങ്ങനെയാണ് പോവുക, വാട്ടറിൽ സ്പീഡ് കൂടുതലാണോ കുറവാണോ നമുക്ക് പഠിക്കണ്ടേ? അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരെന്ത് തന്നിട്ടുണ്ട്? ഒരു ബോക്സ് തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട്. പഠിച്ചാലോ? ഓക്കെ. ആദ്യം നമുക്ക് എയറിൻ്റെ സ്പീഡ് നോക്കാം. എയറിലൂടെ ലൈറ്റ് എത്ര സ്പീഡിൽ പോവും പഠിക്കണ്ടേ? എത്രയാണ്? വായിച്ചേ. 3 × 10⁸. 10ൻ്റെ മുകളിൽ 8 എഴുതിയാൽ 10⁸ എന്നാണ് പറയുക. നിങ്ങൾ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. എയറിൽ എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ്? 3 × 10⁸. അത് ഇമ്പോർട്ടൻ്റ് ആണേ. നിങ്ങൾ എന്തായാലും പഠിക്കണം. നിങ്ങൾ +1ലും +2 ഒക്കെ നമുക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ആവശ്യമുള്ളതാണ്. എയറിൽ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ m/s. ഓക്കെ. വാട്ടറിൽ എത്രയാണ്? 2.5 × 10⁸. അപ്പോൾ കുറഞ്ഞു അല്ലേ? എയറിലേക്കാളും കുറവാണ് വാട്ടറിൽ വരുന്നത്. ഗ്ലാസ്സിൽ അതിനേക്കാളും കുറഞ്ഞു, 2 × 10⁸. ഡയമണ്ടിൽ അതിനേക്കാളും കുറഞ്ഞ എത്രയാണ്? 1.25 × 10⁸ ആണ് വരുന്നത്. അപ്പം നിങ്ങൾ ഇത് പഠിക്കൂലേ? ഇതിൽ ഏറ്റവും കൂടുതൽ ഏതിലാണ്? എയറിലാണ്. ഏറ്റവും കുറവ് ഏതിലാണ്? ഡയമണ്ടിലാണ്. പഠിച്ചു വയ്ക്കുക. ഓക്കെ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫേഴ്സ് ഇൻ വാരിയസ് മീഡിയംസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡിന് ഇങ്ങനെ വ്യത്യാസം വരുന്നത്, അല്ലെങ്കിൽ ഓരോ മീഡിയത്തിലും ഓരോ ലൈറ്റിൻ്റെ സ്പീഡ് വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു കേട്ടോ. പഠിച്ചപ്പം നമുക്ക് മനസ്സിലായി അത് ഓരോ മീഡിയത്തിൻ്റെയും ഒരു പ്രത്യേകതയുണ്ട്. അതിന് നമ്മൾ പറയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പഠിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന്. വായിച്ച് നോക്കിക്കേ. എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ദി എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദി മീഡിയം ഈസ് ഇറ്റ്സ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു മീഡിയത്തിൻ്റെ കഴിവാണ്. എന്താണ് മീഡിയം എന്നൊക്കെ മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ നോക്ക്, വെള്ളമാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുക. ആ വെള്ളത്തിൻ്റെ കഴിവാണ് എന്തിന്? ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കാനുള്ള ആ മീഡിയത്തിൻ്റെ, നമ്മളിപ്പോൾ വെള്ളം എടുത്തേക്കണേ, അപ്പോൾ ആ വെള്ളത്തിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞ വേഗം? ദി എബിലിറ്റി ഓഫ് ദി മീഡിയം. ആ മീഡിയത്തിൻ്റെ എബിലിറ്റി, കഴിവ്. ദി എബിലിറ്റി ഓഫ് എ മീഡിയം എന്തിനു വേണ്ടിയിട്ട്? ആ ലൈറ്റിൻ്റെ സ്പീഡിനെ സ്വാധീനിക്കാനുള്ള ആ മീഡിയത്തിൻ്റെ എബിലിറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ അത് ഓരോ മീഡിയത്തിനും വ്യത്യസ്തമായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഇതെന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറയട്ടെ. ഓക്കെ. ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ലോവർ ഇൻ ദ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അവർ പറയുകയാണേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കൂടുതലാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് നല്ല കുറവാകുന്നു. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മൾ നേരത്തെ ഡയമണ്ടിൻ്റെയും ഗ്ലാസിൻ്റെയും വാട്ടറിൻ്റെയും എയറിൻ്റെ കൂടെയൊക്കെ ലൈറ്റ് കടന്നു പോകുന്ന സ്പീഡ് പഠിച്ചു അല്ലേ? അപ്പം ഈ 4 ഏതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ്? ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈ എയറിനാണോ, വാട്ടറിനാണോ, ഗ്ലാസ്സിനാണോ, ഡയമണ്ടിനാണോ? അതൊന്ന് കമൻറ്റ് ചെയ്യാവോ? കമൻറ്റ് ചെയ്യണേ. ഞാൻ ആരൊക്കെ വീഡിയോസ് കറക്റ്റായി കാണുന്നുണ്ടെന്ന് എനിക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇതിലേതിലാണ് എന്താ പറയുക നമ്മുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇതിന് ഏറ്റവും കുറവ് ഏതിനാണെന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തത് വായിക്കാം. എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. ഞാൻ ഇവിടെ വായിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ.
ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ. ഏതിനായിരിക്കും സ്പീഡ്? നമ്മുടെ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് എന്നാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇതുവരെ? ഈ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഇതുവരെയുള്ളതൊക്കെ മാച്ച് കളഞ്ഞ് ഞാൻ കൺഫ്യൂഷനായി എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി ഞാൻ പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, ഒരു വസ്തുവിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കൂടുതലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ? ലൈറ്റിൻ്റെ സ്പീഡ് കുറവാകും അല്ലേ? അങ്ങനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കൂടുതലാണെങ്കിൽ ആ മീഡിയത്തിന് നമ്മളൊരു പേര് വിളിക്കും. എന്താ പേരെന്നറിയോ? ഒപ്റ്റിക്കലി ഡെൻസർ. എന്താണ്? ഒപ്റ്റിക്കലി ഡെൻസർ. അപ്പം എന്നെ തെറ്റിക്കരുത് കേട്ടോ. ഒപ്റ്റിക്കലി ഡെൻസർ എന്ന് കേട്ടാൽ മനസ്സിലാക്കണം, അത് സംഭവത്തിന് ആ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കൂടുതലാണ്. ഇനി ഞാൻ പറയാണ് ഒപ്റ്റിക്കലി റെയറർ എന്ന് പറഞ്ഞാലോ? അപ്പം നിങ്ങൾ പറയണം ആ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല കുറവാണ്. കൂടുതലാണെങ്കിൽ എന്താ പറയുക? ഒപ്റ്റിക്കലി ഡെൻസർ. കുറവാണെങ്കിൽ എന്താ പറയുക? എന്ത് കുറവാണെങ്കിൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്താ പറയുക? ഒപ്റ്റിക്കലി റെയറർ ആണ് ആ മീഡിയം എന്ന് പറയാൻ പറ്റണം. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഇനി ഒന്നുകൂടി പറയണ്ടല്ലോ, വീഡിയോ ബാക്ക് അടിച്ച് കാണൂലേ? ഓക്കെ. നോട്ട് ദാറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹാസ് നോ റിലേഷൻ വിത്ത് മെറ്റീരിയൽ ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റി എന്ന് ഓൾറെഡി കേട്ടിട്ടുണ്ടല്ലേ? നിങ്ങൾ ഡെൻസിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ മുൻപ്? പക്ഷേ ആ ഡെൻസിറ്റി അല്ല ഇവിടെ പറയുന്ന ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അത് രണ്ടും രണ്ടാണേ. അപ്പോൾ അത് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സാധാരണ ഡെൻസിറ്റിയും വേറെ വേറെയാണ്, ജസ്റ്റ് അവർ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തത് അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അറേഞ്ച് ദ മീഡിയംസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ആ ഓർഡറിൽ എഴുതാനാ. അത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സ്വയം എഴുതണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. അടുത്ത വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബയോളജി നമ്മൾ കുറച്ചെടുത്തായിരുന്നു അല്ലേ? അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. കുറേ പേര് പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ബയോളജി നമുക്ക് നാളെ മുതലെടുത്ത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാവേ. അപ്പോൾ ഇതുവരെ ഫിസിക്സ് ഇഷ്ടപ്പെട്ടു, ക്ലാസ് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചെടുക്കാം. ടാറ്റാ, നാളെ കാണാവേ.